എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഈ ഒരു യോഗത്തിന്റെ അധ്യക്ഷ പദവിവഹിക്കുന്ന ആകാശ് സാറ്, അദ്ദേഹത്തിനെ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കാൻ പറയുന്നുണ്ട്. ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. 5 പ്രാവശ്യം MLA ആയിട്ട് പ്രതികരിച്ച ആകാശ് സാറിനെ നമ്മുടെ ഈ പ്രസ്ഥാനം തുടങ്ങുന്ന സമയത്ത് പ്രവാസി ഭാരതി ട്രസ്റ്റ് തുടങ്ങിയിട്ടുള്ള അദ്ദേഹം ഈ പ്രവാസി ഭാരതി ട്രസ്റ്റിന്റെ രക്ഷാധികാരിയായിട്ട്, അതുപോലെ തന്നെ ചാക്കോട് രാഷ്ട്ര സാറ് മുഖ്യ രക്ഷാധികാരിയായിട്ട് പങ്കെടുത്തുകൊണ്ട് പ്രവാസി ഭാരതി ട്രസ്റ്റ് ഇവരുടെ തുടക്കം. അതേപോലെ തന്നെ നമ്മുടെ ചാക്കോട് രാഷ്ട്ര സാറ് ഞാൻ പരിചയപ്പെട്ട സ്വദേശമാണ്. അദ്ദേഹമായിട്ട് സംബന്ധിക്കുന്നുണ്ട്. അന്ന് മുതൽ ഈ നിമിഷം വരെ നമ്മുടെ എല്ലാ പ്രവർത്തനത്തിനും മുൻപന്തിയുണ്ട്. ഞാൻ ഏതൊരു കാര്യവും ഇവരോടൊക്കെ ആദ്യമേ സൂചിപ്പിക്കും. ആ സൂചിപ്പിക്കുന്ന സമയത്ത് ആ കൺസെപ്റ്റ് അതിനുകൊണ്ട് 2 കൈ നീട്ടി സ്വീകരിക്കുന്ന വ്യക്തിത്വമാണ്. അതെന്തുകൊണ്ടെന്നാൽ അവർക്ക് യാതൊരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിനെ കാണുന്നത്. നന്മ എവിടെ കാണുന്നു അതിലേക്ക് വരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഈ അഭിമുഖത്തിനെ പോയിട്ട് 5 പ്രാവശ്യം അദ്ദേഹം ഒരു നെഗറ്റീവ് എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയാൻ സാധിക്കും. അത്രയ്ക്കും പ്രശസ്തി. അതുപോലെ തന്നെ ചാക്കോട് രാഷ്ട്ര സാറ് ഇപ്പോൾ വർഷങ്ങളോളം അമേരിക്കയിലാണെങ്കിലും ആ അമേരിക്കയിൽ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ മൻമോഹൻ സിംഗ് മുതൽ മുന്നോട്ട് സോണിയാഗാന്ധി, മൻമോഹൻ സിംഗ്, രാജീവ്, എല്ലാ നേതാക്കന്മാരും, അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റായിട്ടുള്ള അബ്ദുൽ കലാം സാറ്, അങ്ങനെ നിരവധി വ്യക്തിത്വങ്ങളുമായിട്ട് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ ചാക്കോട് രാഷ്ട്ര സാർ. അവർക്കൊക്കെ ലോകപരിചയം ചെറുതായി വളരെ വലിയ ലോകപരിചയമാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് ഇതുപോലെ നല്ല നല്ല വ്യക്തിത്വങ്ങളെ നമ്മൾ പങ്കാളിത്തം ചെയ്തിട്ടുണ്ട്. കാര്യമല്ല, ചരക്ക് ഗതാഗതം നടക്കണമെങ്കിൽ നമുക്കത് അതിന്റെ അപേക്ഷിതമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മളിപ്പോ അതിന് ഓൾറെഡി നമ്മുടെ ലൈസൻസ് GCD ഇൻഫ്രാസ്ട്രക്ചർ ലൈസൻസ് എടുത്തു കഴിഞ്ഞു. ആ ലൈസൻസിനകത്ത് തന്നെ നമ്മുടെ MOA കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതായത് ഈവൻ പുല്ല് വെട്ടുന്ന പണി മുതൽ റോഡ്, പാലം പണി, ഇലക്ട്രിക്കല്, മെക്കാനിക്കല് സർവ്വ കേസും ഉൾപ്പെടുത്തിയിട്ടുള്ള ലൈസൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. അത് നമ്മൾ C ക്ലാസ്സായി, B ക്ലാസ്സായി, A ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഗവൺമെന്റിന്റെ ടെൻഡർ എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വരും. അപ്പൊ ഗവൺമെന്റിൽ നമ്മൾ ഈ പ്രൊജക്ട് റിപ്പോർട്ട് വെക്കണം. അതായത് നമ്മളിപ്പോൾ നടക്കുന്ന ബിസിനസ് പ്രവർത്തനത്തിൽ നടക്കുന്ന ഓരോ പ്രൊജക്റ്റിലും സാധാരണ ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കും എന്ന് കണ്ടാൽ ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റും ഇവിടുത്തെ സെൻട്രൽ ഗവൺമെന്റും നമ്മൾ സപ്പോർട്ട് ചെയ്യും. കാരണം ഇത് ഏതെങ്കിലും ഒരു കുടുംബത്തിലേക്ക് പോകുന്ന പൈസയല്ല, ഇതിവിടെ ജനങ്ങളിലേക്ക് പോകുന്ന പൈസയാണ്. ജനങ്ങളുടെ സാമ്പത്തിക പദ്ധതി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള സിസ്റ്റം. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഈ പ്രൊജക്ട് റിപ്പോർട്ട് വെട്ടിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പ്രധാന പ്രൊജക്ടുകളിലെല്ലാം നമുക്ക് പങ്കാളിത്തം കൊടുക്കാൻ പറ്റും. അതാണ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യം. 4ാമത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് മീഡിയ ആൻഡ് ഫിലിം ഇൻഡസ്ട്രി. നമ്മൾ ഈ പ്രസ്ഥാനം തുടങ്ങി യൂട്യൂബ്, ഫേസ്ബുക്ക് എല്ലായിടത്തും നമ്മുടെ ഡീറ്റെയിൽസ് ഉണ്ട്. ഒരു പത്രക്കാർ ഇത് കണ്ടിട്ടുമില്ല, ഇത് കേട്ടിട്ടുമില്ല, എന്ത് സത്യമാണോ ഫേക്കാണോ ഒരാളിട്ട് അന്വേഷിക്കണം. അപ്പൊ സാധാരണ ഗതിയിലുള്ള മീഡിയക്കാർക്ക് അത് ചാനലായി അവരൊന്നും ബിസിനസ്സിനെല്ലാം പ്രൊമോട്ട് ചെയ്തത് അത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ കാര്യങ്ങളെല്ലാം ലോകത്തെ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ GCD പോർട്ടൽ ചാനൽ സ്റ്റാർട്ട്. 4ാമത്തെ പ്രൊജക്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ സാറ്റലൈറ്റ് ചാനലിലേക്ക് മാറ്റും. അപ്പൊ സാറ്റലൈറ്റ് ചാനലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഗുണം എന്താണ്? GCD പ്രവർത്തനങ്ങള് ക്രിപ്റ്റോ കറൻസി ബേസ് ചെയ്തതായതുകൊണ്ട് ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും നമ്മുടെ ബിസിനസ് പ്രവർത്തനം അറിയണം. അവർക്ക് അതിനുള്ള മാർഗം എന്താണ്? അവർക്ക് അതിന് വേറെ ഒരു മാർഗം. അതിനെന്ത് ചെയ്യണം? നമുക്കൊരു ഇന്റർനാഷണൽ ലെവലുള്ള ഒരു GCD ന്യൂസ് ചാനൽ കൂടി ഉണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ GCDയുടെ ഡെവലപ്മെന്റ് ലോകത്തെ അറിയിക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മളിലേക്ക് വരുന്ന കമ്പനിക്കാരുടെ അഡ്വർടൈസ്മെന്റ്. ഇന്നൊരു TV അഡ്വർടൈസ്മെന്റ് കൊടുക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപ ആവും? വിതിൻ സെക്കൻഡിൽ എത്ര ലക്ഷം രൂപ ആവും? നമുക്ക് ഇപ്പൊ തന്നെ എത്ര കമ്പനികൾ നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു 3 വർഷം കൊണ്ട് ഫോക്കസ് ചെയ്ത ഏറ്റവും നല്ല ടോപ്പ് ലെവലിലേക്ക് വരാൻ. അപ്പൊ അത്തരത്തിലേക്ക് പോയി ഈ കമ്പനികളുടെ പരസ്യം തന്നെ കയറ്റാൽ പോലും നമുക്ക് ഈ ചാനലുകൾ അഞ്ച് ചെയ്ത് പോകാൻ മറ്റു രീതിയിലൊക്കെ സഹായമായി. അപ്പൊ ഈ ലോകത്തിൽ
നമ്മുടെ GCDയെ കുറിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ന്യൂസ് ചാനലും പ്ലസ് മീഡിയ ഫിലിം ഇൻഡസ്ട്രി. എന്താണ് ഫിലിം ഇൻഡസ്ട്രി? നമുക്കിപ്പോ അറിയാം, ഇന്ന് കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രി അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളല്ല ഇന്ന് ജനങ്ങളുടെ ചെവിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ TV പോലും തുറന്ന് കാണാൻ പറ്റാത്ത അവസ്ഥയിൽ. കാരണം വാർത്താ അവതാരകർ അവര് തന്നെ ഇന്നൊക്കെ ഏതെല്ലാം രീതിയിൽ പറയുന്നു, അതൊക്കെ നോക്കിയാൽ ഫാമിലിയായിട്ട് കേൾക്കാൻ പോലും ബുദ്ധിമുട്ടായിട്ട്. അപ്പൊ അത്രയും സൂക്ഷിച്ചു നാടിക്കൊണ്ടിരിക്കുന്ന ആ മേഖലയും നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പം ഫിലിം ഇൻഡസ്ട്രിയിൽ നമുക്ക് കേരളത്തിൽ മാത്രമേ നമ്മൾ ലക്ഷ്യമാണ് ഈ അത് ഇന്റർനാഷണൽ ലെവലില് നമുക്കൊരു ഫിലിം ഇൻഡസ്ട്രി ചെയ്താൽ സിനിമ ഏത് ലോകത്ത് ഏത് അവസരം കാണും. ഹിന്ദി നമ്മൾ കാണുന്നില്ലേ, സിനിമ ഇംഗ്ലീഷ് കാണുന്നില്ലേ. അപ്പം അൺലിമിറ്റഡ് ആയിട്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ക്യാമറ യൂണിറ്റ് കാര്യങ്ങളെല്ലാം എഡിറ്റിംഗ് സംവിധാനം, അതായത് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ നല്ല നല്ല സിനിമ പിടിക്കാൻ വരുന്ന ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് നമുക്ക് ഷെയർ ആയിട്ട് കൊടുത്തുകൊണ്ട് മാർക്കറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനം ചെയ്യുമ്പോൾ ഈ പുതുതായിട്ട് എടുക്കാൻ പോകുന്ന ആൾക്കാർക്കും ഇനി മറ്റു ആൾക്കാർക്കും വളരെ പ്രയോജനം നമ്മുടെ ഈ സംഘടന. ഇതിന് ഒരു സംഘടന ഉണ്ടോ? വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തിരിക്കുന്ന താമരാസൻ സാറിനും അതുപോലെ തന്നെ നമ്മുടെ ചാക്കോട് സാറിനും അതുപോലെ നിങ്ങളെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി പറയണം. കാരണം ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് എനിക്ക് വരുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. ഇത് നാളെ നിങ്ങൾ ഓരോരുത്തരും ഇതിന്റെ ഭാഗമായിട്ട് മാറും. ഞാനെന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇതിനൊരു നിമിത്തമായെന്ന് മാത്രമേ. നിങ്ങളൊക്കെയാണ് ഈ പ്രസ്ഥാനം കൊണ്ടുപോകേണ്ടത്. അത് നിങ്ങൾക്ക് ജില്ലാടിസ്ഥാനത്തിൽ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു 20 ടോക്കൺ എടുത്ത ഏതൊരു വ്യക്തിക്കും നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് നിങ്ങൾക്ക് പബ്ലിസിറ്റി കൊടുക്കാം. നിങ്ങളുടെ പ്രസ്ഥാനമാണ്. നിങ്ങൾക്ക് ഏത് പ്രസ്ഥാനത്തിൽ അങ്ങനെ പറയാൻ പറ്റും? 1500 രൂപ കൊടുത്ത് ലുലു മാളിലേക്ക് എന്നിട്ട് പറയാൻ പറ്റുമോ ലുലു എന്റെ എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ റിലയൻസിന്റെ കമ്പനി ചെന്നിട്ട് റിലയൻസ് എന്റെ എന്ന് പറയാൻ പറ്റും? ഇനി അതല്ല, ഷെയർ മാർക്കറ്റിന് ഷെയർ എടുത്തൊരു വ്യക്തിക്ക് ഷെയർ എടുത്തു എന്ന് പറഞ്ഞിട്ട് ടാറ്റാന്റെ കമ്പനി എന്ന് പറയാൻ പറ്റും? ഇത് പറയാൻ പറ്റിയല്ല. പക്ഷെ ഇവിടെ GCD ടോക്കൺ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് നെഞ്ചിൽ കൈവച്ച് പറയാം, ഇത് എന്റെ സ്ഥാപനമാണ്. ഒരു ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം ഷെയറുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർ കൊടുത്തതല്ല, അവരിതിന്റെ ഭാഗമാണ്. ഈ പ്രസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ചേർന്ന് അവർ അതിന്റെ ഭാഗമാണ്. ഇത് 3 വർഷം ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം, എന്ത് വേണമെങ്കിലും അവർ ചെയ്യാം. അത് അവരുടെ റൈറ്റാണ്. കമ്പനിയുടെ റേറ്റ് 3 വർഷക്കാലാണ്. 3 വർഷം കഴിയുമ്പോൾ അവരുടെ ടോക്കൺ കുടിക്കുകയും വേണ്ടി. അന്നത്തെ സമയത്ത് അവരാരും കുടിക്കുകയല്ല. ഇതിന്റെ കാരണം ഇതിൽ നിന്നും മാസം നല്ലൊരു വരുമാനം കിട്ടി തുടങ്ങുകയും നമ്മളും നമ്മുടെ മക്കൾക്കും അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾക്കും ഈ വരുമാനം കിട്ടുന്ന പദ്ധതി ഇന്ന് ലോകത്ത് ഇതെടുക്കില്ല. അത് ഞാൻ ഗ്യാരണ്ടിയോട് പറയാം. മറ്റുള്ള ക്രിപ്റ്റോ കറൻസി എല്ലാം ചെയ്യുന്ന എന്താണ്? നിങ്ങൾ എടുത്തിരിക്കുന്ന ടോക്കൺസ് ഹോൾഡ് ചെയ്ത് വെച്ച് വില കൂടുമ്പോൾ വിൽക്കുന്നു, വില കുറയുമ്പോൾ വാങ്ങിക്കുന്നു. ഇതാണ് ക്രിപ്റ്റോ കറൻസിൽ ഉള്ള കാര്യം. അല്ലാണ്ട് മാസം ബിസിനസിന്റെ പ്രോഫിറ്റ് തന്നെ ഒരു ബിസിനസ് ലോകത്തില്ല. അത് ചെയ്തിരിക്കുന്നത് GCD ആണ്. GCD ടോക്കൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു പ്ലാനും ആ സിസ്റ്റവും ഉണ്ടാക്കാൻ എന്തുമാത്രം കഷ്ടപ്പാട് ചെലുത്തുന്നു. വെറുതെ ഒരു ബുക്ക് നോക്കി പഠിച്ച കാര്യമാണ്. അപ്പൊ ഈ ഒരു പ്രസ്ഥാനമാണ് നിങ്ങളുടെ കൈപ്പെട്ടിരിക്കുന്നത്. അത് നിങ്ങൾ വേണ്ടവോളം ഉപയോഗിക്കുക. അത് ഉപയോഗിച്ച് നിങ്ങൾ ഹാപ്പിയായി നിങ്ങൾ വലിയ നല്ല രീതിയിൽ ജീവിക്കുന്ന കാണുമ്പോഴാണ് നമുക്കും എല്ലാവർക്കും സന്തോഷമുണ്ടാകും. ഇത് സമൂഹത്തിന്റെ ഒരു മാറ്റത്തിന്റെ തുടക്കമാണ്. ഞാൻ ഉറച്ചു പറയാം, ഇന്നേ വരെ ഇന്ത്യ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഒരു മാറ്റത്തിന്റെ തുടക്കമാണ് നമ്മുടെ ഈ മീറ്റിംഗ് കാര്യങ്ങളെല്ലാം. അതിന് ഏറ്റവും ഗുണകരമാകുന്നത് സാറിനെ പോലുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോഴാണ്. അപ്പൊ നമുക്ക് ചൈനയിൽ പോയി നമ്മുടെ കാര്യം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ചൈനയിൽ പോയ സാറ് അവിടുത്തെ വിശേഷങ്ങളും പറയാണ്, നമുക്കതിൽ എക്സ്പീരിയൻസ് ആയി. അവിടുത്തെ ജോലിക്കാര് അവിടുത്തെ ശമ്പളത്തിന് വേണ്ടി മാത്രമല്ല അവിടുത്തെ രാജ്യത്തിനും കൂടി ഇരിക്കുന്നു പറയണ്ടേ. അപ്പൊ ഈ ബന്ധങ്ങളെല്ലാം തന്നെ നമ്മൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനം ഇന്ത്യയിലും ലോകത്തും ആ വിഭാവനം ചെയ്ത ഈ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ ഇതുവരെ പങ്കെടുത്തിട്ടുള്ള എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അപ്പൊ നമ്മുടെ നവംബർ മാസം നമ്മുടെ GCD ടോക്കണിന്റെ ഇനാഗുറേഷൻ വാർഷികം വരും. അതിനോടൊപ്പം തന്നെ നമ്മുടെ GCD ഫൗണ്ടേഷന്റെ ഉദ്ഘാടനവും പരിപാടി എല്ലാം സംഘടിപ്പിക്കും. അതിനോടൊപ്പം തന്നെ ഒരു നല്ല മ്യൂസിക് ഷോയും ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് പോവുക. നമ്മൾ ടെൻഷൻ പിടിച്ച് ജീവിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമ്മൾ ജീവിക്കുന്നതോടൊപ്പം നമ്മുടെ സമൂഹത്തെയും രക്ഷപ്പെടുത്തുക, അതോടൊപ്പം ഹാപ്പിനെസ് ആയിരിക്കുക. ഇതാണ് എനിക്ക് ചുരുക്കം പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാവുന്നതാണ്. ആശംസ പറയേണ്ട വ്യക്തിത്വങ്ങളൊന്ന് ക്ഷണിക്കുക. താങ്ക് യു. എന്തായാലും എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി നന്ദി പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.